ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സർവൈവൽ സീരീസ് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് കളിക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഒരു പുതിയ വേൾഡ് ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വേൾഡ്. അപ്പോൾ നമുക്ക് കളിക്കാൻ തുടങ്ങാം. ഫസ്റ്റ് ഇന്നത്തെ എപ്പിസോഡിൽ 2 ഗോൾസ് ഉണ്ട് ഗൈസ്. മെയിനായിട്ട് നമുക്ക് 2 ഗോൾസ് ഉണ്ട്. ഒന്ന് ഒരു വില്ലേജ് കണ്ടുപിടിക്കണം, പിന്നെ 2 ഒരു ഫുൾ ലൈൻ ആർമർ ആവണം. അപ്പോൾ ഗൈസ് നമ്മൾ സ്പോൺ ചെയ്തപ്പോൾ തന്നെ മുമ്പിലൊരു ഇത് കിടപ്പുണ്ട്, ലാവാ പൂള്. ഇപ്പോൾ ഇത് ഫ്യൂച്ചറിന് ആവശ്യം വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്പോണിൽ തന്നെ നമുക്ക് വീടുണ്ടാക്കാം. അപ്പോൾ ഇവിടെ സ്ഥലം വീടുണ്ടാക്കാം, ഫ്യൂച്ചറിൽ ആവശ്യം വരും. ഓക്കെ, നമുക്ക് നേരെ എവിടെയും വീട് കാണില്ലല്ലോ, നമുക്ക് അങ്ങനെയും പോകുന്ന നോക്കാം. കേസ് നമുക്ക് അഡ്വാൻസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞത് മൈൻക്രാഫ്റ്റ് അല്ല, ഇത് ക്രാഫ്റ്റിംഗ് ആബിലിറ്റിക്കാണ്. ഇതൊരു മൈൻക്രാഫ്റ്റിൻ്റെ കോപ്പിയാണ്. അതിലാവട്ടെ ഗൈസ്, റൂയിൻ പോർട്ടൽ ഗൈസ് സ്പോണിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വില്ലേജ് സെറ്റപ്പ്, രക്ഷപ്പെട്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഷീപ്പിനെ പോലെ നോക്കണ്ട, ഡയറക്റ്റ് അങ്ങോട്ട് ചെല്ലാം. ഫസ്റ്റ് നമുക്ക് വേഗം ചെല്ലാം. ഈ വുഡ് അങ്ങനെ ആദ്യമായിട്ട് തന്നെ എടുക്കാം. ഈ വുഡ് ഫസ്റ്റിനെ പൊടിയാം. യെസ്, ഞാൻ ഈ വുഡ് പൊട്ടിച്ചു. എൻ്റെ ഇൻവെൻറ്ററി കയറിയ അതേ കുഴപ്പമൊന്നും. ഇത് നമ്മുടെ ആദ്യത്തെ ബ്ലോക്കാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം, അല്ലെങ്കിൽ വെക്കണ്ട. എന്നിട്ട് ഗൈസ് നമുക്ക് ഇതൊക്കെ മൈൻഡ് ചെയ്തിട്ട് ടൂൾസ് ഉണ്ടാക്കാം. ഗൈസ് ഞാൻ ടൂൾസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് വില്ലേജിൽ പോവാം. അവിടെ നിന്ന് വെച്ച സാധനങ്ങൾ നമുക്ക് എടുക്കാം. ഗൈസ് ഫസ്റ്റ് തന്നെ നമുക്ക് റൂയിൻ ബോട്ടിലും കണ്ട് നോക്കാം. റൂയിൻ ബോട്ടിൽ ജസ്റ്റ് നമുക്ക് ഇച്ചിരി ഫ്ലിൻറ്റ് കിടപ്പുന്നുണ്ട്, അതെടുക്കാം. ഈ ടൂൾസൊക്കെ എടുക്കാം, ഫോർച്യൂണിൻ്റെ ഈ ഗോൾഡ് എടുക്കാം, ഈ ഒബ്സിഡിയൻ എടുക്കാം. ഇത് നമുക്കൊരു സാധാരണ നെതർ പോർട്ടലായിട്ട് ട്രാൻസ്ഫോം ചെയ്യാം, ഫ്യൂച്ചറിൽ ആവശ്യം വരും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നിന്നിട്ട് ഇവിടെ നിന്ന് എന്തൊക്കെ മോഷ്ടിക്കാൻ കിട്ടുമെന്ന് നോക്കാം. ഫസ്റ്റ് ഈ നമുക്ക് ഇവിടെ നിന്നൊരു ബെഡ് മോഷ്ടിക്കണം. കാരണം ബെഡ് രാത്രി ആകുമ്പോൾ കിടന്ന് ഉറങ്ങണമല്ലോ. പിന്നെ ഇവിടെ ബ്ലോക്ക് സ്മിത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലാക്ക് സ്മിത്ത് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ബെഡ് കിട്ടി. നമുക്ക് ബെഡിൽ കിടന്ന് ഉറങ്ങാം. രാത്രി മോബ്സിനെ പേടിക്കണ്ട. ഇനി നമുക്ക് വേഗം പോയിട്ട് ഇച്ചിരി ഫുഡ് കളക്ട് ചെയ്യാം, കാരണം എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഹേബിയിൽ ചെയ്യാം. ഈ വില്ലേജ് കിട്ടുന്നതിൻ്റെ ഭയങ്കര വലിയ അഡ്വാൻറ്റേജാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്കൊരു ഇവിടെ ഫുഡും ഇതൊക്കെ ഓൾറെഡി കിട്ടും. കണ്ടോ, ഇവിടെ തന്നെ കിടപ്പുന്നുണ്ട് ഒരുപാട് ഹേബിയിൽ. ഇത് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ വെച്ച് വീറ്റാക്കി അത് പിന്നെ ബ്രെഡാക്കിയിട്ട് തിന്നാൻ പറ്റും. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വീറ്റാക്കാം. ഇങ്ങനെ വീറ്റാക്കിയിട്ട് ഇത് ബ്രെഡാക്കാനും പറ്റും. ഇതിങ്ങനെ ബ്രെഡാക്കാത്ത 27 ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഫുഡിന് ഇപ്പം തന്നെ കിട്ടും. നമ്മളധികം ആരും കൊല്ലാനൊന്നും നടക്കണ്ട, ഫ്രീ ആയിട്ട് ഫുഡ് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വില്ലേജർമാരുടെ 10 വർഷത്തെ കാര്യമായിരിക്കും. ഇനി നമുക്ക് ഇവിടുന്ന് ഈ പൊട്ടാറ്റോ മോഷ്ടിക്കുക. ആദ്യം ഇവിടുന്ന് ഈ പൊട്ടാറ്റോ മോഷ്ടിക്കുക. ഇനി ഗൈസ് നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാം. സ്റ്റോൺ ടൂൾസിലോട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. ഫസ്റ്റിന് നമുക്ക് വേഗം ഒരു ബെഡ് കിടന്ന് ഉറങ്ങാൻ നോക്കാം. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തേക്ക് രാത്രിയാവും. വേഗം പോയിട്ട് ഇവിടെ തന്നെ എൻ്റെ ബെഡ് ഉണ്ടാവും, മറന്നു ചെയ്യാം. നമുക്ക് വേഗം ഇവിടെ കിടന്ന് ഉറങ്ങാൻ നോക്കാം. ഇപ്പോഴേ സോംബിയുടെ ഒച്ച കേൾക്കുന്നുണ്ട്. ഈ ഉറങ്ങാൻ പറ്റാത്തതാണ് എന്താണിത്? അപ്പം നമുക്കിപ്പോൾ ഉറങ്ങാം, വേഗമാവട്ടെ. ഉറങ്ങാൻ പറ്റും. ഇനി നമുക്ക് ബെഡ് പൊട്ടിച്ചെടുത്തിട്ട് കൈ പിടിക്കാം. എന്നിട്ട് ഇനി നമുക്ക് സ്റ്റോൺ ടൂൾസിലോട്ട് മാറ്റാം. നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് സ്റ്റോൺ മൈൻ ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഇച്ചിരി കോളും കിടപ്പുണ്ട്. നമുക്ക് കോളും കൂടി മൈൻ ചെയ്തിട്ട് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാം. ഓൾറെഡി ഒരു പിക്കാക്സ് ഉണ്ടാക്കി, അത്
ഇത് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് കോളും വെച്ചൊരു ടോർച്ച് ഉണ്ടാക്കുക. ഇങ്ങനെ വെച്ചാണെങ്കിൽ ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ടോർച്ച് ഉണ്ടാക്കുക. മാറിപ്പോയി വീട്ടിൽ വെച്ച്. ഇപ്പോൾ ഈ കോള് മുഴുവൻ മൈൻ ചെയ്തിട്ട് ടൂൾസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. ഗൈസ്, അപ്പോൾ ഞാൻ ഫുൾ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള എല്ലാ കോളും മൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇതെന്ത് ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ഫാം സെറ്റപ്പ് ചെയ്യാം. കാരണം എൻ്റെ ഉള്ള ഇച്ചിരി പൊട്ടാരം ഇരിപ്പുണ്ട്. നമ്മുടെ ഐലൻഡിൽ പോയിട്ട് ഫാം ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫാം സെറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഒരു വാട്ടർ ബക്കറ്റ് ഇല്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൈനിങ്ങിന് പോവാം. ഇപ്പോൾ തന്നെ എൻ്റെ ആവശ്യത്തിന് ബ്രെഡ് കിടപ്പുണ്ട്. അപ്പോൾ മൈനിങ്ങിന് പോകണമെങ്കിൽ ഇപ്പോൾ തന്നെ അയൺ സെറ്റ് ചെയ്യാം. ഈ കാർബൺ അയണാണോ ട്രിപ്പ് സ്റ്റോൺ ആണോ അയണാണെന്ന് തോന്നണം. എന്തെങ്കിലും ആവട്ടെ, ഇറങ്ങി നോക്കാം ഗൈസ്. അങ്ങോട്ടേക്ക് അടിച്ച് ചാടിയ ഫാൾ ഡാമേജ് കുറയും. ഓക്കെ, ഞാൻ പറഞ്ഞു ട്രിപ്പ് സ്റ്റോൺ അറിഞ്ഞല്ലോ. അതുമല്ല, ട്രിപ്പ് സ്റ്റോൺ അല്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഇച്ചിരി കോള് കിടക്കുന്നുണ്ട്. നമുക്ക് വേഗം ടോർച്ച് ഉണ്ടാക്കാം. വിലവൻ തന്നെ കൊല്ലാൻ വേണ്ടി. ഓക്കെ, ഓൾറെഡി എന്നെ ആരും ഫൗള് ചെയ്യുന്നുണ്ട്. ഇപ്പോഴേ വച്ചേക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് പതുക്കെ ഇറങ്ങി നോക്കാം. ഓക്കെ, നമുക്ക് ഇപ്പം തന്നെ ഏൺ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ നല്ലത്. പിന്നെ എൻ്റെ വീടും ബേസൊക്കെ മെയിൻ ബേസ് സ്മോൾ ഐലൻഡ് അടിക്കുക. ഞാൻ കുഞ്ഞ് ഐലൻഡ് ഉണ്ടെങ്കിൽ ആദ്യം കിട്ടിയത്. അപ്പോൾ അതെല്ലാം അടിക്കാൻ എൻ്റെ ആദ്യത്തെ ബേസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എൻ്റെ ഷീൽഡ് ഉണ്ടാക്കാം. എൻ്റെ വേഗം ഫർണസ് പോലും ഉണ്ടാക്കിയിട്ടുള്ള ദേഷ്യം. നമുക്ക് വേഗം ഫർണസ് ഉണ്ടാക്കാം. ഫർണസ് ഉണ്ടാക്കിയിട്ടും ഇത് ഷീൽഡ് ഉണ്ടാക്കി നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ കിട്ടിയ അയൺ സ്മെൽറ്റ് ചെയ്തിട്ട് ഞാൻ ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടുന്ന് സ്ഥലം വിടാനല്ല, ഇവിടെ തന്നെ ഒന്ന് മിനിമം മൈനിങ്ങിന് പോവുക. ഓക്കെ, ഇവിടെ വേറെ അയൺ എവിടെയും കിടപ്പുണ്ടാവും നോക്കാം. അപ്പോൾ നമുക്ക് അയൺ മൈനിങ് എൻ്റെ പിന്നെ ഈ സാധനം ദേഷ്യം പിടിക്കാൻ വേണ്ടി. എന്തോരം സോബീസാണ് ഇവിടെ. ദേഷ്യം എന്തോരം സോബീസ്. ഓക്കെ, ഇവിടെ നിറച്ച സോംബീസാണ്. എൻ്റെ പറയാം, ഇപ്പം ചാവും ഞാൻ. അയ്യോ, ഇവിടെ 10-25 ഉണ്ട് ഗൈസ്. ഇവിടെ ടോർച്ചൊക്കെ ഇട്ടെ. അതെ, എന്താണ് ബ്രോ മൂഡ്? കിട്ടി അവനെ കൊല്ലാം. ഞാൻ ഇവന്മാരെയൊക്കെ കൊന്ന് അയണും കൂടി മൈൻ ചെയ്തിട്ട് നമുക്ക് കാണാം. എന്നെയും കൊണ്ട് മയ്യേ. ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു ഗൈസ്. കാരണം എനിക്ക് വുഡ് മൈൻ ചെയ്യണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഞാൻ കയറി വന്നത്. ഞാൻ അവിടെ വുഡ് നോക്കി കൊണ്ട് വന്നതാണ്. കാരണം എൻ്റെ ഒരു പീസ് വുഡ് പോലും ബാക്കിയില്ല. ഞാൻ നേരത്തെ ആകപ്പാടെ 5 വുഡ് മൈൻ ചെയ്തിരുന്നു. അത് മാത്രമേ ഞാൻ എൻ്റെ ഉള്ളൂ. നമുക്ക് അപ്പോൾ എനിക്കിവിടെ മൈൻ ചെയ്യണം. നിറച്ച് ലാഗാണ് ഇവിടെ. ദേഷ്യം പിടിക്കുക. നിറച്ചും ലാഗ്. നമുക്ക് ഇവിടെ നിന്ന് ഈ വുഡ് മൈൻ ചെയ്ത് അങ്ങോട്ട് തിരിച്ചു പോവുക. എൻ്റെ വുഡ് മൈൻ ചെയ്തിട്ട് പ്ലാങ്ക്സ് ആക്കണം. ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് കാണാം. ഈ സമയത്തേക്ക് ഞാൻ മരം വെട്ടാൻ പോയപ്പോഴത്തേക്കും രാത്രിയായി. അപ്പോൾ ഞാൻ ഇവിടെ കിടന്നുറങ്ങി. ഇനി നമുക്ക് കേവി ചെന്നിട്ട് കാണാം. കേവി ചെല്ലണം ഗൈസ്. അപ്പോൾ ഞാൻ 6 പീസ് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഇച്ചും കൂടി വേണം. എനിക്ക് 30 സ്മെൽറ്റ് ചെയ്യാൻ ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. പിന്നെ ഇച്ചിരി സ്റ്റിക്സൊക്കെ വേണം നമ്മുടെ ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമുക്ക് ചൂടി മരം വെട്ടേണ്ട വരുമായിരിക്കും. ഉള്ളതും വെച്ച് വീട്ടിൽ പോയി നോക്കാം. കിട്ടുകയാണെങ്കിൽ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് പിന്നെയും വന്ന് മൈൻ ചെയ്യാമല്ലോ. എനിക്കിപ്പോൾ തന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റാറില്ല. എന്തോരം നേരം കളിക്കണമെന്ന് അറിയും. ഇപ്പോൾ 1 മണിക്കൂറായി കളിച്ചുകൊണ്ടിരുന്നു. 1 മണിക്കൂർ കൂടുതലായി തോന്നണേ. 1.5 ഇപ്പോൾ 2 മണിക്കൂറായണ്ടോ ഈ സാധനം തുടങ്ങിക്കുക. നമ്മൾ റെക്കോർഡിങ് തുടങ്ങിയിട്ട് അങ്ങനെയായിരുന്നു. വെച്ചാൽ ഈ കേവി പോരാണ് ഏറ്റവും വലിയ പണി. എൻ്റെ പൊന്നുകളാ, അങ്ങനെ ഇതൊരു ഇങ്ങനത്തെ കേവി ഞാൻ കണ്ടിട്ടുള്ളൂ. നിറച്ചും സോംബി. എന്തായാലും നമ്മൾ ഇങ്ങനെ വെക്കണ്ട മരം കയറ്റി. ഫസ്റ്റ് ഞാൻ 5 എണ്ണം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത്തിരി ബാക്കിയുള്ളത് സ്ലാബാക്കാം.
ഓക്കെ സ്ലാബാക്കിയിട്ടുണ്ട്. സ്ലാബാക്കിയപ്പോൾ കറക്റ്റ് 30 കണ്ടോ. ഇനിയിപ്പോൾ ഇത് കറക്റ്റായിട്ട് പൊക്കോളൂ. ഇനി ഞാൻ ഇച്ചിരി സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ ആദ്യം. ഈയിടെ സ്റ്റിക്കിൻ്റെ ഒരു സാധനം കാണലല്ലേ. സ്റ്റിക്ക് ഉണ്ടാക്കുക. സ്റ്റിക്ക് എവിടെയാ? സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. 3 കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ഒരു സോഡും പിക്കാസും ഉണ്ടാക്കി. കാരണം ഇടയ്ക്ക് വെച്ച് ഉണ്ടാക്കേണ്ടതൊന്നും അങ്ങനെ ഇൻറ്റൻസ് ആയിരുന്നു. എൻ്റെ ഉള്ള സ്റ്റോൺ സോഡ് പൊട്ടിപ്പോയി. എൻ്റെ ഒരു പീസ് സ്റ്റോണും ഇല്ല. പെട്ടുപോയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി. ഇപ്പോൾ എൻ്റെ 3 വേറെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് വെച്ച് ഒരു ആക്സ് ഉണ്ടാക്കാം. ഒരു ആക്സും ഷവലും ഉണ്ടാക്കാം. ഷവലിൻ്റെ ഒരു പീസ് അതിനോട് വേണം. അതിനകത്ത് ഉറപ്പുണ്ടാവും. ഒരെണ്ണം കിട്ടി. ഒരെണ്ണം വെച്ച് നമുക്കൊരു ഷവലും ഉണ്ടാക്കാം. ഷവൽ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ എനിക്ക് സ്ഥലം ഫ്ലാറ്റ് ആക്കണം. അടുത്ത എപ്പിസോഡിൽ എപ്പോഴും ഉണ്ടാക്കി വെക്കണം, നല്ലതാണ്. എനിക്ക് 3 കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും വെച്ച് നമുക്ക് ഫുൾ ആർമറൊന്നും ഉണ്ടാക്കണം. പിന്നെ ഇതെല്ലാം സ്മെൽറ്റായിട്ട് കാണാം. ഇപ്പോൾ രാത്രിയാവും കിടന്ന് കാണണം. ഗൈസ്, ഞാൻ ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ട് ഫുൾ ആവശ്യത്തിനായും ഒപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ അത് സ്മെൽറ്റ് ചെയ്യാൻ കൊണ്ടുപോവാം. ഇത് ഒപ്പിക്കാൻ പറ്റിയ പാടെന്ന് വെച്ചാൽ എൻ്റെ ഒരു ടോർച്ച് ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ടോർച്ച് ബാക്കിയേ ഉണ്ടായില്ല. ഉള്ള ടോർച്ച് എല്ലാം തീർന്നു. പിന്നെ അവിടെ ഒരു പീസ് കോള പോലും കണ്ടില്ല. പെട്ടുപോയി. ഒരു ടോർച്ചും വെച്ചിട്ട് പറ്റുന്നത്ര അയാൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ പറ്റുന്നത്രയും വേഗം ഉള്ള ബ്ലോക്കും വെച്ച് മുകളിലോട്ട് ബിൽഡപ്പ് ചെയ്ത് വന്നേക്കണേണ്. വില്ലേജിൻ്റെ മുകളിലെത്തിപ്പെട്ട് ഈ ഉഡായിപ്പ് കേവ് എന്ന് പറഞ്ഞാൽ ഉഡായിപ്പ് കേവ്. ഈ സാധനം ഞാൻ ജീവിതത്തിൽ ഇങ്ങോട്ട് കയറില്ല. ഞാൻ വേറെ ഏതെങ്കിലും കേവ് കണ്ടുപിടിച്ചിട്ട് പോകും. അങ്ങനെ ഉഡായിപ്പ് കേവാണ് സാധനം. വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് ഞാൻ വെറുതെ പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം പോകാറുണ്ട് ഒരു സ്റ്റാക്ക് കിട്ടിയാണ് വേറെ ഏതെങ്കിലും കേവ് പോകണമെങ്കിൽ. അങ്ങനെ കഷ്ടപ്പെട്ട 1 മണിക്കൂർ വെറുതെ പോയി. അതാ 30 പീസ് അതിന് വേണ്ടി. ഒരു ആർമറിനെ ഒപ്പിക്കാൻ പറ്റുമോ? ജസ്റ്റ് മിസ്സിന് ആർമർ കിട്ടുമെന്ന് പറയാം. ഈ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം ഏറ്റവും മതി. ഫസ്റ്റ് തന്നെ നമുക്ക് ഫുൾ അയൺ ആർമർ അങ്ങനെ വയ്ക്കാം. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ അയൺ ആർമർ വെച്ചതെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ എപ്പിസോഡിൽ നമുക്ക് അയൺ ആർമർ കിട്ടുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ സീരീസിൽ ഞാൻ പറ്റുന്നതരം ബിൽഡിങ്ങുകൾ ഫാമുകളൊക്കെ ചെയ്യാൻ നോക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ പറ്റുന്നത്ര സപ്പോർട്ടും ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ എൻ്റെ ഫ്യൂല് ചുള്ളിയില്ല. ഞാൻ വേഗം പൊടിച്ച് മരം വെട്ടിയിട്ട് വരാം ഫ്യൂലിന് വേണ്ടി. അപ്പോൾ ഗൈസ് ഈ സാധനം സ്മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ പോയി മരം നട്ടു. ഞാൻ നേരത്തെ മരം വെട്ടിയപ്പോൾ ഇച്ചിരി മരം കൊണ്ടുവരുന്നു. അവിടെ നിന്ന് മരം നട്ടു. പിന്നെ ഞാൻ ഇവിടെ ഒരു പുതിയ പെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഈ സാധനം സ്മെൽറ്റ് ആയിട്ട് നമുക്ക് ഫുൾ അയൺ ആർമർ ഉണ്ടാക്കണം. 21 ആയതുകൊണ്ട് നമുക്കിനി ക്രാഫ്റ്റിംഗ് തുടങ്ങാം. ഫസ്റ്റ് ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കുക, ഇടുക. ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കുക, ഇടുക. ഒരു പാൻറ് ഉണ്ടാക്കുക, ഇടുക. എനിക്കിനി 2 കൂടി മതി. കറക്റ്റ് 2 കൂടി കിട്ടി. ഇവിടെ വെച്ച് നമുക്ക് ഒരു ബൂട്ടും കൂടി ഉണ്ടാക്കാം. ബൂട്ട് ഫുൾ അയൺ ആർമർ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ. അപ്പോൾ ഗൈസ് പറ്റുന്നതിനെ സപ്പോർട്ട് ചെയ്യണം. ഈ സാധനം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പാടാറുണ്ടെന്ന് ചെക്കുന്നത്. ആദ്യം തന്നെ മൊബൈലിലാണ്. പിന്നെ സാധനം കളിക്കാൻ ഭയങ്കര ലാഗുമാണ്. അതിൻ്റെ കൂടെ ഭയങ്കര ലാഗാണ്. അതിൻ്റെ കൂടെ ഉടായ്പ് കേവുമാണ്. ഗൈസ് അതിൻ്റെ വിശപ്പുണ്ട്. ഇത് മെൽറ്റ് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ 2 ഗോളും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് അയൺ ആർമറായിരുന്നു. സെക്കൻഡ് നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കില്ലായിരുന്നു. വില്ലേജ് കണ്ടുപിടിക്കൽ ആദ്യം തന്നെ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ഗോൾ ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇത് ചെയ്യാൻ അന്യായ പാടായിരുന്നു ഗൈസ്. പറ്റുന്ന തരം പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് കഷ്ടപ്പാടായിരുന്നു ഗൈസ് സാധനമൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.